വിളിച്ചവനെന്നും വിശ്വസ്തനല്ലോ, വാക്കുമാറാത്ത ദൈവമല്ലോ. വിളിച്ചവനെന്നും വിശ്വസ്തനല്ലോ, വാക്കുമാറാത്ത ദൈവമല്ലോ. മാനവും ഭൂമിയും മാറിപ്പോയിടിലും തന്തയെന്നും മാറുകില്ല. മാനവും ഭൂമിയും മാറിപ്പോയിടിലും തന്തയെന്നും മാറുകില്ല. മാറുകില്ല, മറയുകില്ല, തന്തയെന്നും മാറുകില്ല. മായുകില്ല, മറയുകില്ല, തന്തയെന്നും മാറുകില്ല. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. Now I saw heaven opened, and behold, a white horse, and he who sat on him was called Faithful and True, and in righteousness he judges and makes war. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. യോഹന്നാൻ സ്വർഗീയ ദർശനങ്ങൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സ്വർഗം തുറന്നിരിക്കുന്നതും ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായതും കാണുന്നു. അതിന്മേൽ ഇരിക്കുന്നവന്റെ പേരും എന്താണ് താൻ ചെയ്യാൻ പോകുന്നത് എന്നും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. പുരാതന റോമൻ കാലത്ത് വിജയികളായ ജനറൽമാർ ഒരു വിജയ പരേഡിൽ വെളുത്ത കുതിരകളിൽ സവാരി ചെയ്യുമായിരുന്നു. ജയാളിയും രാജാതി രാജാവുമായ യേശു ക്രിസ്തുവാണ് ഈ കുതിരയുടെ മേൽ ഇരിക്കുന്നത് എന്നുള്ളതിന് ആർക്കും സംശയമില്ല. വിശ്വസ്തനും സത്യവാനും എന്ന നാമം യേശു ക്രിസ്തുവിന്റെ പൂർണ്ണമായ വിശ്വാസ്യതയും സ്ഥിരതയും പ്രകടിപ്പിക്കുന്നു. ഈ വാക്യം കർത്താവിന്റെ സ്വഭാവവും അവിടുത്തെ പ്രവൃത്തികളും വെളിപ്പെടുത്തുന്നു. 2 തിമോഥെയോസ് 2:13 പറഞ്ഞിരിക്കുന്നത്, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നമ്മിൽ നിവർത്തിപ്പാൻ അവിടുന്ന് വിശ്വസ്തനായി നിലകൊള്ളുന്നു. കർത്താവോ വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അവിടുന്ന് വിശ്വസ്തൻ മാത്രമല്ല, സത്യവാനുമാകുന്നു. കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ് അവിടുന്ന് നമ്മുടെ ഇടയിൽ പാർത്തത്. യോഹന്നാൻ 14:6 കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നാണ്. പീലാത്തോസ് യേശുവിനെ ചോദ്യം ചെയ്യുമ്പോൾ യേശു പീലാത്തോസിനോട് പറഞ്ഞത് യോഹന്നാൻ 18:37 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. യേശു നീതിമാനാണ്. നീതിയുള്ള പ്രവർത്തികൾ അവിടുന്ന് ചെയ്യുന്നു. ദൈവം നീതിമാനാണെന്ന് പറയുമ്പോൾ അവൻ തന്റെ സൃഷ്ടികളോടുള്ള പെരുമാറ്റത്തിൽ പൂർണ്ണമായും നീതിമാനാണെന്ന് അർത്ഥമാക്കുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നു. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. കർത്താവ് നീതിയോടെ വിധിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന 2ാം വരവാണ് നാം വായിച്ച വാക്യത്തിൽ യോഹന്നാൻ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ജയാളിയായി രാജാതി രാജാവായി കുതിരപ്പുറത്ത് പുറപ്പെടുന്ന കർത്താവിന്റെ വിവരണങ്ങൾ തുടർന്ന് എഴുതിയിട്ടുണ്ട്. 19-ാം വാക്യത്തിൽ കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ
മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങൾ ഒന്നിച്ച് വന്നുകൂടിയതും ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നു. മൃഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എതിർ ക്രിസ്തുവിനെ കുറിച്ചാകുന്നു. കർത്താവ് നീതിയുള്ള ന്യായാധിപതിയാകുന്നു എന്ന് 20-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. വാൾ കർത്താവിന്റെ വചനത്തെ പ്രതിനിധീകരിക്കുന്നതിനാൽ നമ്മുടെ കർത്താവിൽ നിന്നുള്ള ഒരു വാക്ക് മാത്രം മൃഗത്തിന്റെ നിരവധി പടയാളികൾക്ക് ജീവൻ കെടുത്തിക്കളയുവാൻ പര്യാപ്തമാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വാളിന് 2 വായ്ത്തലകളുണ്ട്. യേശു കർത്താവ് അരുളി ചെയ്ത വചനത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് നിത്യജീവങ്കിലേക്ക് കടക്കാം, അല്ലെങ്കിൽ വചനം തിരസ്കരിച്ച് ന്യായവിധിയിൽ എത്തിപ്പെടാം. തീരുമാനം അവരവരെടുക്കേണ്ടതാണ്. കരുണയുള്ള പിതാവേ, അടിയനെ കേൾക്കുന്ന എല്ലാവരും അവിടുത്തെ വചനം അനുസരിച്ച് രക്ഷ പ്രാപിക്കുവാനും നിത്യജീവനിലെത്തുവാനും ഇടയാക്കണമേ എന്ന് യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. രക്ഷകനേശു അവതരിച്ചു, ഇക്ഷിതിയെന്നും വെളിച്ചമേകാം. രക്ഷകനേശു അവതരിച്ചു, ഇക്ഷിതിയെന്നും വെളിച്ചമേകാം. കാൽവരി ക്രൂശിൽ ചിന്തിയ രക്തം പാപങ്ങൾക്കെല്ലാം മോചനമായി. കാൽവരി ക്രൂശിൽ ചിന്തിയ രക്തം പാപങ്ങൾക്കെല്ലാം മോചനമായി. മോചിതനായി മോചകനായി പാപങ്ങൾക്കെല്ലാം മോചനമായി. മോചിതനായി മോചകനായി പാപങ്ങൾക്കെല്ലാം മോചനമായി.